ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? അതെന്താ? ആ 4 sides ആൻഡ് ഡയഗണൽ ഓഫ് എ കോഡിലേറ്ററൽ ആർ ലെങ്ത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഡിലേറ്ററൽ ഉണ്ട്, അതിൻ്റെ 4 sides തന്നിട്ടുണ്ട്, പിന്നെ ഒരു ഡയഗണലും തന്നിട്ടുണ്ട്. ഒരു 4 sides ഉണ്ട്, ഒരു ഡയഗണലാണ് പിന്നെ തന്നിരിക്കുന്നത്. 2 ഡയഗണലില്ല, ഒരു ഡയഗണൽ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഡയഗണലാവാൻ പോസിബിൾ ആയിട്ടുള്ള ഒരേ ഒരെണ്ണം ഏതാണ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോർഡിനേറ്ററിൽ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ സൈഡ് ലെങ്സ് AB, CE ആണെന്നിരിക്കും, CDയും ഡയഗണൽ Eയും ആണെന്നിരിക്കട്ടെ. നമുക്ക് ഈ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 2 ട്രയാങ്കിൾസ് വരയ്ക്കാം. ഏതൊക്കെയാണ്? ABC എന്ന ട്രയാങ്കിളും ABD എന്ന ട്രയാങ്കിളും BCD എന്ന ട്രയാങ്കിളും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഇൻ എന്താണ്? ട്രയാങ്കിൾ ABD ആൻഡ് BCD. ഈ 2 ട്രയാങ്കിളും ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനത്തെ ഒരേ ഒരെണ്ണം ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് ട്രയാങ്കിൾസ്? ഒന്ന് ABD ആണ്, രണ്ടാമത്തത് എന്താണ് മക്കളെ? രണ്ടാമത്തത് BCD ആണ്. സൈഡ് ലെങ്ത് Aയും Bയും Eയും ആണ്. നോക്കട്ടെ, ഇവിടെ Cയും Dയും Eയും ആണ്, ഇവിടെ Aയും Bയും Eയും ആണ്. അപ്പോൾ 2 ട്രയാങ്കിൾസ് ഉണ്ടാവണമെങ്കിൽ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്താണ്? അപ്പോൾ E എന്നത് മൂന്നാമത്തെ സൈഡ് മറ്റ് 2 സൈഡ്സിൻ്റെ സമ്മിനേക്കാൾ കുറവാവണം, C+D. അത് മറ്റ് 2 സൈഡ്സിൻ്റെ ഡിഫറൻസിനേക്കാൾ വലുതാവണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അതുപോലെ രണ്ടാമത്തേൽ എന്താ? E എന്നത് A+Bനേക്കാളും കുറവാവണം, A-Bയുടെ മാഗ്നിറ്റ്യൂഡിനേക്കാൾ വലുതാവണം. അപ്പോൾ നമ്മൾ 1 by 1 ആയി നോക്കാൻ പോവാണിത്. 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഒന്ന് എന്താണ്? ഇത് അപ്പുറത്തേക്ക് നീക്കി വെക്കാം. നോക്കട്ടെ, നമ്മൾ D എന്താവുന്നു? D 75, D അല്ല, ഈ 75 ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഡയഗണൽ 75 ആണ്. അപ്പോൾ എന്താടാ? യെസ്, രണ്ടെണ്ണത്തിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലുത് വരണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 10, 28, 75. അപ്പോൾ അതിൽ നിന്ന് ഏതൊക്കെയാണ് വലുതുള്ളതുള്ളൂ? 50ഉം 28 മാത്രമേ ഉള്ളൂ. അപ്പോൾ 50 + 28 എന്താണ്? 75നേക്കാൾ കുറവാണ്. അത് ശരിയാണ്. C-Dയോ? അത് 50 - 28നേക്കാൾ വലുതാണ്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി 2 എണ്ണം ഉള്ളത് എന്താണ്? അത് 10ഉം 20ഉം ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 75 ലെസ് ദാൻ 10 + 20 ആവണം. അത് തെറ്റാണ് അല്ലേ? റോങ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ്?
നമുക്ക് ഈ 75 വെച്ചുകൊണ്ട് നമുക്ക് ഈ കോഡിലാറ്ററൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. 75 ഡയഗണലായിട്ട് നമുക്ക് കോഡിലാറ്ററൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അടുത്തത് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എന്നത് ഡയഗണലിൽ നിന്നുള്ള നമ്മൾ എന്ത് ചെയ്യും? അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിലും നമ്മൾ എന്ത് ചെയ്യുന്നു? 50 ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അനുസരിച്ച് എന്ത് പറഞ്ഞൂടാ? ഡിഫറൻസ് അപ്പോൾ എന്തായാലും എന്തുണ്ട്? മറ്റ് ബാക്കിയുള്ളതിൽ എന്തുണ്ട്? 75 ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേക്കാൾ വലുതാവണോടാ? 50 എന്നത് ഡിഫറൻസിനേക്കാൾ വലുതാവണം. അപ്പോൾ 75 ഉണ്ട്. മറ്റേത് അപ്പുറത്തേൽ 75 ഉണ്ട്. അപ്പോൾ എന്താണ്? സം എന്ന് പറഞ്ഞാൽ 15നേക്കാൾ കുറവും വരണം, ഡിഫറൻസ് 15നേക്കാൾ സമ്മ് 15നേക്കാൾ കൂടുതൽ വരണം, ഡിഫറൻസ് 15നേക്കാൾ കുറവ് വരണം. അപ്പോൾ എന്ത് വരൂടാ നോക്കട്ടെ. അപ്പോൾ നമുക്ക് എന്താണ് 75 വന്നതുകൊണ്ട് അതിൻ്റെ ഒപ്പം എന്തും വെക്കാം. അത് എന്തായിരിക്കും? 50ക്ക് മുകളിൽ വരും. പിന്നെയോ സമ്മ് 50ക്ക് മുകളിൽ വരും. പിന്നെ അതിൻ്റെ നമ്മൾ എന്ത് ചെയ്തു? 70ക്കൊപ്പം നമ്മൾ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50ക്ക് താഴെയും വരണം. അപ്പോൾ നമ്മൾ 70യുടെ ഒപ്പം മറ്റെന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മിനിമം 17 10 വെച്ചെന്ന് വിചാരിച്ചോ. 17 10 വെച്ചു. സിയും ഡിയും 17 10 ആണെങ്കിൽ അത് എന്തായി? ഡിഫറൻസ് എന്തായിട്ടുള്ള? ഡിഫറൻസ് 75 10 കൊടുത്തു. അപ്പോൾ അത് ഫസ്റ്റത്തെ സാറ്റിസ്ഫൈ ചെയ്യില്ല. എന്താണ്? നമ്മൾ ഡിഫറൻസ് 15നേക്കാൾ മുകളിൽ വരണം. നമുക്ക് 75ഉം 20 നോക്കാം. 75ഉം 20 എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഡിഫറൻസ് 15നേക്കാൾ മുകളിൽ വരില്ല. അപ്പോൾ നമുക്ക് 75യുടെ ഒപ്പം കൊടുക്കാൻ പറ്റുന്നത് 28 മാത്രമാണ്. 78 മൈനസ് 28നേക്കാളും വലുതാണ്. 75 പ്ലസ് 28നേക്കാളും ചെറുതാണ്. ഇനി അടുത്തതോ 50. ബാക്കിയുള്ളത് 10ഉം 20 ആണ്. 10ഉം 20 ആണ്. അപ്പോൾ അത് എന്താ മക്കളെ? 50 ലെസ് ദാൻ 10 പ്ലസ് 20 എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ 50 ഡയഗണലായി വരുന്നതാണെങ്കിൽ നമുക്ക് ഓൺലി പോസിബിൾ ആയിട്ടുള്ളത് 75ഉം 58 മാത്രമാണ് 75യുടെ ഒപ്പം വരിക. പക്ഷേ അതുകൊണ്ട് രണ്ടാമത്തെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ആവുന്നില്ല. നമുക്ക് അടുത്തതായി ഈ 20 വിചാരിക്കാം. മൂന്നാമത്തെ സൈഡ് 20 ആണ് സൈഡ് ലെങ്സ് എന്ന് വിചാരിക്കുക. നമ്മൾ എന്താണ് 20 ആണ് ഡയഗണൽ എന്ന് വിചാരിക്കുക. അപ്പോൾ 20 ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഡിഫറൻസ് 20നേക്കാൾ താഴെ വരുന്നത് ഏതായിരിക്കണം? അപ്പോൾ ഡിഫറൻസ് എന്തായിരിക്കണോടാ? 20നേക്കാൾ താഴെ വരണം. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ വലുത് ഒരുമിച്ച് വരണം, ചെറുത് ഒരുമിച്ച് വരണം. അപ്പോൾ 28ഉം 10ഉം മാത്രമാണ് നമുക്ക് ഇവിടെ ഒരുമിച്ച് വരാൻ കഴിയുക. 28 പ്ലസ് 10 പോസിബിൾ ആണ്. 28 മൈനസ് 10നേക്കാൾ വലുതുമാണ്. അതും ശരിയാണ്. എന്നാൽ നമ്മൾ സെക്കൻഡ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ശ്രദ്ധിക്കുമ്പോഴോ അപ്പോൾ
ബാക്കിയുള്ള വരുന്ന 28ഉം 10ഉം കഴിഞ്ഞാൽ 75ഉം 50ഉം ആണ്. അപ്പോൾ 75 + 50 ശരിയാണ്. പക്ഷേ 75 - 50-നേക്കാളും എന്തല്ല 75 - 50 എന്ന് വെച്ചാൽ 25ആണ് അല്ലേ. അപ്പോൾ അത് 20-നേക്കാൾ വലുതായതുകൊണ്ട് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ആവുന്നില്ല. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇനി നമുക്ക് അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, D10 ആണെങ്കിൽ എന്താണെന്ന് നോക്കാം. ശരിക്കും 28 ആണ് ആൻസർ. നമുക്ക് അവസാനം കാണാം. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി അപ്പുറത്തേക്ക് എടുക്കാം. എന്ത് പറ്റി? പേസ്റ്റ് ആവുന്നില്ലല്ലോ. നമുക്കൊന്നുകൂടി എഴുതാം. എന്താണത്? അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇക്ക് പോസിബിൾ ആയിട്ടുള്ള അടുത്ത വാല്യൂ നമ്മൾ 10 എടുത്തു. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരണം? 10-നേക്കാളും കുറവ് വരണം. അത് ഡിഫറൻസ് 10-നേക്കാളും കുറവ് വരുന്ന ഏതൊക്കെയാണ്? 75-ൻ്റെ കൂടെ ഒന്നുമില്ല. 75 കൂടെ ഒന്നും വെക്കാൻ പറ്റില്ല. നമുക്ക് 20-യുടെ കൂടെ വെക്കാൻ പറ്റുന്നത് 28 മാത്രമാണ്. അപ്പോൾ 75 വന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും 75 വന്നു കഴിഞ്ഞാൽ 75-നൊപ്പം 50 വന്നാൽ പോലും അതെന്താണ്? 10-നേക്കാൾ വലുതാണെന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്ക് അതും എടുക്കാൻ കഴിയില്ല. 10 പോസിബിൾ അല്ല. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 28 ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 28. അപ്പോൾ ഡിഫറൻസ് 28-നേക്കാൾ കുറവ് വരണം. അങ്ങനത്തെ ഏതൊക്കെയാണുള്ളത്? 10 ഉണ്ട്, 20 ഉണ്ട്. 20 - 10 ശരിയാണ്. 20 + 10-നേക്കാൾ കുറവാണ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് 50-യും 75 ആണ്. അപ്പോൾ 50 + 75-നേക്കാൾ കുറവാണ്. 75 - 50-നേക്കാൾ വലുതാണ്. കണ്ടോ? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ആയി നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഡയഗണൽ എന്നത് എന്താണ്? 28 ആണ്. സൈഡ്സോ 10-ഉം 20-യും 75-ഉം 50. ഡയഗണൽ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് 28 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി, 2 ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 75 വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നില്ല? അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന നമുക്ക് സൈഡ്സ് കിട്ടുന്നില്ല. 75 കൊടുത്താലും 50 കൊടുത്താലും 20 കൊടുത്താലും ഒന്നും, 10 കൊടുത്താലും നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന കിട്ടുന്നില്ല. പക്ഷേ 28 കൊടുക്കുമ്പോൾ നമുക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സൈഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഡയഗണലിൽ നിന്നത് 28 ആണ്.